The common symptoms of allergy, അലർജിയുടെ സാധാരണ ലക്ഷണങ്ങൾ: സ്നീസിങ്, തുമ്മൽ, വാട്ടറി ഐസ്, കണ്ണിൽ നിന്ന് വെള്ളം വരിക, റാഷസ് ഓൺ ദ സ്കിൻ, തൊലിപ്പുറത്ത് തടിപ്പ്, റണ്ണിംഗ് നോസ്, മൂക്കൊലിപ്പ്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ശ്വാസതടസ്സം. Now we can enter into the next topic, autoimmunity, സ്വയം പ്രതിരോധം. It is an abnormal immune response in which the immune system of the body starts rejecting its own body cells or self cells and molecules. For example, rheumatoid arthritis, സന്ധിവാതം, insulin dependent diabetes. It may be due to genetic and other unknown reasons. ഇതൊരു പ്രത്യേകതരം സ്റ്റേറ്റാണ്. ദാറ്റ് ഈസ് ബോഡീസ് ഓൺ ഇമ്മ്യൂൺ സിസ്റ്റം ആ ബോഡിക്കെതിരെ തന്നെ പ്രവർത്തിക്കുന്നത്. ആക്ച്വലി ഈ ഒരു തകരാറ് സെൽഫ് ആൻഡ് നോൺ സെൽഫ് സെൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങനെയൊരു കപ്പാസിറ്റി നമ്മുടെ ബോഡിക്കുണ്ട് എന്ന് പറഞ്ഞു. ഈ സെൽഫ് ആൻഡ് നോൺ സെൽഫ് സെൽസ് തിരിച്ചറിയാൻ ഇല്ലാത്തൊരു കഴിവ്, ആ ഒരു കപ്പാസിറ്റി സെൽഫ് ആൻഡ് നോൺ സെൽഫ് സെൽസ് തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ ഇല്ല, അറിയാത്തത് കൊണ്ട്, അത് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ആ ബോഡി സെൽസിന് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നൊരു അസുഖമാണ് ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി. ദ ബോഡി ഈസ് നോട്ട് ഏബിൾ ടു ഐഡൻറ്റിഫൈ ഇറ്റ്സ് ഓൺ സെൽസ്. അതിൽ 2 എക്സാമ്പിൾസാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ദറ്റ് ഈസ് ഇതിൽ ജോയിൻസ് ഒക്കെ തനിയെ ഡീജനറേറ്റ് ചെയ്ത് പോവുക. അതിൻ്റെ അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇൻഫ്ലമേഷൻ, ഭയങ്കര പെയിനായിരിക്കും. ഇപ്പോൾ അതിന് ഇഞ്ചെക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചെക്ഷൻ ഉണ്ട്, പക്ഷേ അത് ലൈഫ് ലോങ് എടുക്കേണ്ട അവസ്ഥയാണ്. ദെൻ ആയുർവേദത്തിലുണ്ട്, അലോപ്പതിയിലുണ്ട്. ദെൻ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ്. ഇത് ചൈൽഡ്ഹുഡ് മുതൽക്കേ തുടങ്ങുന്ന ഒരു അസുഖമാണ്. ദറ്റ് ഈസ് ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുക്കാണ്ട് പറ്റില്ല. അപ്പോൾ ഇതിന് റീസൺ കുറേ അൺനോണാണ്. ചിലത് ജനറ്റിക്കായിട്ട് വരുന്നത് തന്നെ ആണ്. ദറ്റ് ഈസ് ജനറ്റിക് ജീൻസ് കാരണം, ദറ്റ് ഈസ് ഡിഫക്റ്റീവ് ജീൻസ് കാരണം വരുന്ന അസുഖം. അതാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. ദെൻ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഇൻ ദ ബോഡി, ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥ. What are the components of the immune system? Lymphoid organs, immune cells, soluble molecules like antibodies, lymphoid tissues. അപ്പോൾ ഏതൊക്കെയാണ് 4 components? Lymphoid organs, immune cells, soluble molecules like antibodies and lymphoid tissues. The immune system plays an important role in allergic reactions, autoimmune diseases and organ transplantation. ഇത് 3 നമ്മൾ വൈഡായിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സെൽസ് ഉണ്ടാക്കുന്ന ഓർഗനാണ്. ദ ഓർഗൻസ് വെയർ ദ ലിംഫോസൈറ്റ്സ് ഒറിജിനേറ്റ് ആൻഡ് മെച്യൂർ ടു ബിക്കം ആൻറ്റിജൻ സെൻസിറ്റീവ്. അതായത് ആ ഒരു ആൻറ്റിജൻ വരുമ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉണ്ടാക്കുന്ന സെൽസാണ് ലിംഫോസൈറ്റ്സ്. അപ്പോൾ ലിംഫോസൈറ്റ്സ് ഉണ്ടാവുന്നതും മെച്യൂർ ചെയ്യുന്നതൊക്കെ എവിടെയാണ്? ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിലാണ്. സോ വിച്ച് ആർ ദ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്? ബോൺ മാരോ ആൻഡ് തൈമസ്. ഇപ്പോൾ ബോൺ മാരോ എന്ന് പറഞ്ഞാൽ മജ്ജ, തൈമസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്ലാൻഡാണ്. നമ്മൾ കഴിഞ്ഞ +1 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. So these are called the primary lymphoid organs. Then bone marrow. ഇപ്പോൾ ബോൺ മാരോയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ all kinds of blood cells are produced inside the bone marrow. അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ള ബി ലിംഫോസൈറ്റ്സ്, ബി സെൽസ് ഉണ്ടാകുന്നതും മെച്യൂർ ചെയ്യുന്നതും എല്ലാം ഈ ബോൺ മാരോയിലാണ്. സോ ബോൺ മാരോ, ഇറ്റ് ഈസ് ദ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ. ഹിയർ all types of blood cells originate and including lymphocytes. Inside the bone marrow occurs the development and maturation of B lymphocytes. The second primary lymphoid organ is thymus.
Thymus is a lobed organ located near the heart and beneath the breastbone. അതായത് നമ്മുടെ നെഞ്ചിലെ എല്ല് അതിൻ്റെ തൊട്ട് താഴെ ഹാർട്ടിൻ്റെ കുറച്ചടുത്തായിട്ട് ഈ ബ്രസ്റ്റ് ബോണിൻ്റെ തൊട്ട് താഴെയായിട്ട് അടിഭാഗത്തായിട്ടാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? തൈമസ്. ആൻഡ് ഇറ്റ് ഹാസ് ലോബ്സ്. ലോബ്ഡ് ഓർഗൻ ആണ്. ഇറ്റ് ഈസ് ക്വൈറ്റ് ലാർജ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ബർത്ത് റെഡ്യൂസസ് വിത്ത് ഏജ്. അതായത് ജനിക്കുമ്പോൾ അത് നല്ല വലുതായിരിക്കും. നമ്മൾ വയസ്സാകുമ്പോഴേക്കും ഈ തൈമസ് തീരെ ഇല്ലാതാവുമെന്നാണ് പറയുന്നത്. It provides a microenvironment for the development and maturation of T lymphocytes. അതുകൊണ്ടാണ് പേര് ടി എന്ന ഷോർട്ട് ഫോം തൈമസിൻ്റെയാണ്. അതുമാതിരി ബി ലിംഫോസൈറ്റ്സിലെ ബീൻ്റെ ഫുൾ ഫോം ബോൺ മാരോ എന്നാണ്. അത് അതിൻ്റെ ഒറിജിൻ അനുസരിച്ചിട്ടാണ് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. സോ ഇപ്പോൾ ടി ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ തൈമസിൽ നിന്നാണ്, ബി ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബോൺ മാരോയിൽ നിന്നാണ് ഒറിജിനേഷൻ. So, which are the secondary lymphoid organs? The organs where lymphocytes interact with antigen and proliferate to become effector cells. ഇപ്പോൾ പ്രൈമറി നമ്മൾ പറഞ്ഞു അവിടെയാണ് ഉണ്ടാവുന്നതും മെച്ചുവർ ചെയ്യണതും. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ടാണ് ആൻറ്റിജൻസുമായിട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത്. എന്നിട്ട് അവരുടെ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. So the organs where lymphocytes interact with the antigen. അപ്പോൾ ആൻറ്റിജനുമായിട്ട് കൂട്ടിമുട്ടുന്നത് എവിടെ വെച്ചിട്ടാണ്? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ വെച്ചിട്ടാണ്. ആൻഡ് പ്രൊലിഫറേറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. എന്തായിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ? ടു ഫോം ഇഫക്റ്റർ സെൽസ്. അപ്പോൾ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സ്പ്ലീൻ, ലിംഫ് നോഡ്സ്, ടോൺസിൽസ്, പെയേഴ്സ് പാച്ചസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അപ്പൻഡിക്സ്. They are called secondary lymphoid organs. Spleen, lymph nodes, tonsils, Peyer's patches of small intestine and appendix. Spleen. It is a large bean-shaped organ and contains lymphocytes and phagocytes. ഇപ്പോൾ സ്പ്ലീൻ എങ്ങനെയാണ്? ബീൻ ഷേപ്ഡ് ഓർഗൻ ആണ്. ഇതിൽ ലിംഫോസൈറ്റ്സും ഫാഗോസൈറ്റ്സും ഉണ്ട്. പിന്നെ it acts as a filter of the blood by trapping blood-borne organisms. അപ്പോൾ ബ്ലഡ് വഴി സ്പ്രെഡ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിനെ ട്രാപ്പ് ചെയ്യാൻ ഇതിന് സഹായിക്കും സ്പ്ലീൻ. അപ്പോൾ ഇതൊരു ബ്ലഡ് ഫിൽറ്ററായിട്ട് ഇതിന് ആക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹാസ് എ ലാർജ് റിസർവയർ ഓഫ് എറിത്രോസൈറ്റ്സ്. അപ്പോൾ എറിത്രോസൈറ്റ്സിൻ്റെ വലിയൊരു സ്റ്റോറേജ് പ്ലേസാണ് സ്പ്ലീൻ. സ്പ്ലീനിനെ ഗ്രേവ് യാർഡ് ഓഫ് RBCs എന്ന് കൂടി പറയാറുണ്ട്. അപ്പോൾ ഈ എറിത്രോസൈറ്റ്സ് ഉണ്ടാവുന്നതും ഡെഡ് RBCസിന് അവിടെ പോണതും ഈ സ്പ്ലീനിൽ വെച്ചിട്ടാണ്. ദെൻ കംസ് ലിംഫ് നോഡ്സ്. ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ സ്മോൾ സോളിഡ് സ്ട്രക്ചേഴ്സ് പ്രസൻറ്റ് അറ്റ് ദ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് എലോങ് ദ ലിംഫ്. അതായത് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കുറേ ഈ മുഴ പോലത്തെ കുറേ ഏരിയാസ് ഉണ്ടാവും, ചെറിയ നോഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, സോളിഡ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ ഇടയിലിടയിൽ ഓരോ പോയിന്റിൽ കാണുന്നതാണ് ലിംഫ് നോഡ്സ്. ഈ ലിംഫ് നോഡ്സിൻ്റെ ജോലി എന്താ? ഈ ലിംഫ് നോഡ്സിലും ലിംഫാറ്റിക് ഫ്ലൂയിഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ മൈക്രോ ഓർഗാനിസംസ് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെയൊക്കെ ട്രാപ്പ് ചെയ്യും, എൻഗൾഫ് ചെയ്യും. ഈ ട്രാപ്പായല്ലേ, അപ്പോൾ ഈ ട്രാപ്പ് ചെയ്യുമ്പോൾ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് അത് ജനറേറ്റ് ചെയ്യും. സോ ദീസ് ആർ സ്മോൾ സോളിഡ് സ്ട്രക്ചേഴ്സ് present at different points along the lymphatic system. They trap the microorganisms or other antigens that enter the lymph and tissue fluid. Antigens trapped in the lymph nodes activate the lymphocytes and produce an immune response. Then comes the mucosal associated lymphoid tissue, MALT. ഇത് സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. സോ വാട്ട് ഈസ് MALT? Mucosal associated lymphoid tissue. It is formed of masses of lymphoid tissue lining the mucosa of respiratory, digestive and urinogenital tracts. അപ്പോൾ ഇതും ലിംഫോയിഡ് ടിഷ്യൂ തന്നെയാണ്. ആൻഡ് ഇത് എവിടെയാണ് കാണുക? ലൊക്കേഷനാണ് നമ്മൾ ആദ്യം പഠിച്ച സെയിം തന്നെയാണ്. ദറ്റ് ഈസ് റെസ്പിറേറ്ററി,
ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ആൻഡ് യൂറോജെനിറ്റൽ ട്രാക്ട്. നമ്മൾ ആദ്യം പഠിച്ചു, അവിടെ തന്നെയാണ് മ്യൂക്കോസൽ ലൈനിങ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതാണ് ഇത്. ദറ്റ് ഈസ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ബാരിയർ. മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ മാൽറ്റ്. അപ്പോൾ 50% ഓഫ് ദ ലിംഫോയിഡ് ടിഷ്യൂ ഇൻ ഹ്യൂമൻ ബോഡി ഈസ് ഫോംഡ് ബൈ മാൽറ്റ്. 50% ടിഷ്യൂ മാൽറ്റാണ്. അപ്പോൾ താങ്ക് യു ഡിയർ ചിൽഡ്രൻ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്.